വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. കാര്യം വെച്ചാൽ ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ടാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി സ്പോട്ടിൻ്റെ ചാർട്ടാണ്. വീണ്ടും ശ്രദ്ധിക്കുക, ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി സ്പോട്ടിൻ്റെ 15 മിനിറ്റ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടാണ്. ഇതെന്തുകൊണ്ടാണ് നമ്മൾ സ്പോട്ട് ഓപ്പൺ ചെയ്ത് ലെവൽസ് പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഇന്ന് ഒക്ടോബർ മാസത്തിൻ്റെ കോൺട്രാക്റ്റ് തുടങ്ങുന്ന ആദ്യത്തെ ദിവസമാണ്. ഒക്ടോബർ മന്ത്ലി കോൺട്രാക്റ്റിൻ്റെ ആദ്യത്തെ ദിവസവും ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയുടെ വീക്ക്ലി കോൺട്രാക്റ്റിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ എടുക്കുന്നില്ല, ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഫ്യൂച്ചർ ബേസ് ചെയ്യുന്നില്ല. നാളെ മുതൽ വീണ്ടും നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടിന്യൂവേഷൻ ചാർട്ട് വെച്ച് നമ്മൾ ലെവൽ പറയും. ഇന്ന് പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 130 രൂപയാണ്. 130 രൂപയാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് അപ്പ്. ഇന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസിയുടെ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. ലേറ്റായിട്ട് അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വരാനുണ്ട്. അപ്പം അതിൻ്റെ ഒരു ന്യൂസ് ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യും. ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ആണെങ്കിൽ ഒരു 100 പോയിൻറ്റിൽ കൂടുതൽ മുകളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏകദേശം ഇന്ത്യൻ മാർക്കറ്റും ഒരു ഹയർ ഓപ്പൺ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അതായത് അങ്ങനെ ഒരു ഗ്യാപ്പ് അപ്പ് മറ്റും വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കണം? ഇപ്പം നമ്മൾ സ്പോട്ടിൽ നമ്മുടെ ഒരു സപ്ലൈ സോൺ അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് എന്ന് പറയുന്നത് 24,780 അവിടെയാണ്. 780-760 അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ഇതിപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പായി അതിൻ്റെ അവിടെയൊക്കെ വന്ന് ഓപ്പൺ ആയാൽ നമ്മൾ നോക്കേണ്ട സ്ട്രൈക്ക് 24,800 സിയും പിയാണ് നമ്മൾ നോക്കേണ്ടത്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 130 രൂപ മാച്ച് ആവുന്നുണ്ടോ? ഓപ്പൺ അതിൻ്റെ അടുത്തൊക്കെ വരുന്നു എന്നുണ്ടെങ്കിൽ 24,800 സിയും പിയും വാച്ച് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് ഈ 800 വരുമ്പോൾ പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിലാണ് ഓപ്പൺ ആവുന്നത്. അപ്പം പ്രീവിയസ് ഡേ ഹൈക്ക് മുകളിൽ ഈ പർട്ടിക്കുലർ പറഞ്ഞ സ്ട്രൈക്കിൻ്റെ സിയോ പിയോ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതും നോക്കുക. അതേപോലെ തന്നെ നമുക്ക് മുകളിലോട്ട് കണ്ടിന്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ 24,800 സി 150 രൂപ കൂടുതൽ നിൽക്കണം. 150 റുപ്പീസിന് മുകളിൽ നിൽക്കണം. എങ്കിൽ ഒരു 200 കഴിഞ്ഞ് പോകാനുള്ള ചാൻസസ് നിഫ്റ്റി എടുക്കുന്ന സ്ട്രൈക്കിന് നിഫ്റ്റിയിൽ നമ്മൾ എടുക്കുന്ന സ്ട്രൈക്കിന് ഒരു അപ്പ് മൂവ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ ഇതൊക്കെ മൈൻഡിൽ വയ്ക്കുക. വീണ്ടും പറയുകയാണ്, പോയിൻ്റ് ഓഫ് കൺട്രോൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ട്രേഡിങ്ങിലോട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.